പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിലെ 19കാരിയായ ഗായത്രി എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? മിലിറ്ററി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ ചൂഷണങ്ങളാണ് ജീവനൊടുക്കാനുള്ള കാരണമെന്ന അമ്മയുടെ ആരോപണം കളവാണ്. ഗായത്രി ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കൊപ്പം കഴിയുന്ന യുവാവിനെതിരെ ആരോപണവുമായി രണ്ടാനച്ഛൻ രംഗത്തെത്തി. അമ്മയ്ക്കൊപ്പം കഴിയുന്ന ആദർശിനെ സംശയമുണ്ടെന്നാണ് പരാതി. എന്നാൽ മകളുടെ നഗ്നചിത്രങ്ങൾ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പകർത്തിയെന്നാണ് അമ്മയുടെ ആരോപണം. അതേസമയം ആത്മഹത്യാക്കുറിപ്പിൽ ആരെക്കുറിച്ചും പരാമർശമില്ലെന്ന് പോലീസ് പറയുന്നു. പത്തൊൻപതുകാരിയുടെ മരണത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി ആദർശ് എന്നയാൾക്കൊപ്പമാണ് മരിച്ച ഗായത്രിയുടെ അമ്മ കഴിയുന്നതെന്നും ഇയാളെ സംശയമുണ്ടെന്നുമാണ് രണ്ടാനച്ഛൻ ചന്ദ്രശേഖരന്റെ ആരോപണം. അടൂരിലെ സ്ഥാപനം ശരിയല്ലെന്നും മകളെ അയക്കരുതെന്നും അമ്മ രാജിയോട് പറഞ്ഞിരുന്നു. ഒരു വർഷമായി രാജിയുമായി ബന്ധമില്ലെന്നും ചന്ദ്രശേഖരൻ പറയുന്നു. സംശയങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും അവള് ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം അത്ര ബോൾഡാണ് അവള്. എനിക്കറിയാം, കുഞ്ഞുനാൾ മുതൽ അവളെ ഞാൻ വളർത്തിയതാണ്. എന്റെ നെഞ്ചത്ത് കിടന്ന എന്റെ കുഞ്ഞു വളർത്തി. പ്രായത്തിൽ കൂടുതൽ പക്വത ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വർഷമായിട്ട് ഈ പറയുന്ന മകളും ഞാനും രാജീവായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ട്. ഒരു വർഷമായിട്ട് അത് കോന്നി പോലീസ് സ്റ്റേഷനിൽ ഇവര് തന്നെയാണ് എന്നെ വേണ്ട, എൻ്റെ കൂടെ ജീവിക്കുന്നില്ല എന്നും പറഞ്ഞ് പോയത്. എനിക്ക് രണ്ടുപേരെ സംശയമുണ്ട്. ഒന്ന് സ്ഥാപനത്തിൽ, മറ്റൊന്ന് ഇപ്പോൾ ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ താമസിക്കുന്നവരെ സംശയമുണ്ട്. ആദർശ്. ഇതിനിടെ മരണത്തിൽ ആർക്കും പങ്കില്ലെന്ന കുറിപ്പ് കണ്ടെത്തിയതായി കൂടൽ പോലീസ് പറഞ്ഞു. വീട് മുഴുവൻ താൻ തിരഞ്ഞതാണെന്നും ഒരു കുറിപ്പുമില്ലെന്നുമാണ് അമ്മ രാജി പറയുന്നത്. അടൂരിലെ ഡിഫൻസ് അക്കാദമി നടത്തിപ്പുകാരൻ മകളുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും അമ്മ രാജി ആരോപിച്ചു. ഇച്ചിരി ഇല്ലാത്തൊരു പെൺകുട്ടിയുടെ നഗ്നത കാണിച്ചിട്ട് അതിനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ന്യായമാ? 50 വയസ്സുള്ള ഒരു കാരകം ചെയ്തതാ. അവനൊരു കമാൻഡറോ? ഇവനാണോ ഒരു ആർമി ഉദ്യോഗസ്ഥൻ? അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ ഇപ്പോൾ ഒളിവിലാണ്. ആരോപണങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ന്യൂസ് 18 പത്തനംതിട്ട.